ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ രാവിലെ ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം കേട്ട് ഭൂമി കുലുങ്ങുന്നു. മിനിറ്റുകൾക്കുള്ളിൽ വെള്ളത്തിന്റെ കൂറ്റൻ ഭിത്തികൾ പട്ടണങ്ങളിലൂടെ കുതിച്ചെത്തുന്നു. വഴിയിലുള്ളതെല്ലാം വിഴുങ്ങിക്കൊണ്ട് കാറുകൾ, വീടുകൾ, കൃഷിയിടങ്ങൾ എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുന്നു. ഇതൊരു സിനിമാരംഗമല്ല. കേരളത്തിലെ ചില പ്രദേശങ്ങൾക്ക് ഇതൊരു ഭയാനകമായ യാഥാർത്ഥ്യമായിരിക്കാം. ഇന്ന് കേരളത്തിലെ ഏറ്റവും അപകടകരവും പഴക്കമുള്ളതുമായ 3 ഡാമുകളെക്കുറിച്ചും അവ ഉയർത്തുന്ന ഞെട്ടിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ചും അവ തകർന്നാൽ എന്ത് സംഭവിക്കുമെന്നും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു. വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിൽ 3 ഡാമുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യ ലിസ്റ്റിലെ 1-ാം നമ്പർ ഡാമിനെ കുറിച്ച് പറയാം. കാരണം അതാണ് എല്ലാവരുടെ മനസ്സിലും ആദ്യം വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം. 1895 നിർമ്മിച്ച ഈ കൂറ്റൻ നിർമ്മിതിക്ക് 125 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രവർത്തനക്ഷമമായ ഡാമുകളിൽ ഒന്നാണ്. ഇതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം. ഇത് ആധുനിക കോൺക്രീറ്റ് ഉപയോഗിച്ചല്ല നിർമ്മിച്ചത്. പകരം എഞ്ചിനീയർമാർ ഉപയോഗിച്ചത് ചുണ്ണാമ്പ്, സുർക്കി, റബിൾ മേസൺറി എന്നിവയാണ്. അക്കാലത്ത് ഇത് വളരെ നൂതനമായി കണക്കാക്കിയിരുന്നു. ഇന്നോ ഇത് അപകടകരമാം വിധം പഴഞ്ചനാണ്. 176 അടി ഉയരമുള്ള ഈ അണക്കെട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ 443 ദശലക്ഷം ക്യൂബിക് മീറ്ററിലധികം വെള്ളം സംഭരിക്കുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യതയുള്ള സിസ്മിക് സോൺ 3-ലാണ്. IIT റൂർക്കി നടത്തിയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ജലനിരപ്പ് ഉയർന്നാൽ 6.5 തീവ്രതയുള്ള ഒരു ചെറിയ ഭൂകമ്പം പോലും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ്. എന്നാൽ ഏറ്റവും വലിയ അപകടം എന്താണ്? പെരിയാർ നദീതടത്തിൽ താഴെയായി താമസിക്കുന്ന 3.5 ദശലക്ഷം ആളുകളാണ്. മുല്ലപ്പെരിയാർ പെട്ടെന്ന് തകർന്നാൽ ആദ്യത്തെ പ്രളയ തിരമാല മിനിറ്റുകൾക്കുള്ളിൽ പെരിയാർ കൂടാതെ ഇടുക്കി പോലുള്ള പട്ടണങ്ങളിൽ പോലും എത്തിയേക്കാം. ഒഴിപ്പിക്കാൻ തീരെ സമയം ലഭിക്കില്ല. പൂർണ്ണമായ ജില്ലകളായ എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളത്തിനടിയിലായേക്കാം. വർഷങ്ങളായി കേരളവും തമിഴ്നാടും ജലനിരപ്പിന്റെയും സുരക്ഷയുടെയും പേരിൽ നിയമ പോരാട്ടത്തിലാണ്. സുപ്രീം കോടതി സുരക്ഷയ്ക്കായി ജലസംഭരണി 142 അടിയിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിദഗ്ധർ ഇപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നു, ഈ അണക്കെട്ട് ഒരു ടൈം ബോംബാണ്. രണ്ടാമതായി നമുക്ക് തൃശൂരിലേക്ക് പോകാം. ചിമ്മിനി ഡാമിന്റെ ആസ്ഥാനം. മുല്ലപ്പെരിയാറിനെ പോലെ ഇതിന് 1 നൂറ്റാണ്ടിലേറെ പഴക്കമില്ല. പക്ഷേ ഇതിന്റെ രൂപകൽപ്പന വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇതൊരു കോമ്പോസിറ്റ് മെയ്സൺറി കം എർത്ത് ഡാമാണ്. അതായത് അതിന്റെ ഒരു ഭാഗം കട്ടിയുള്ള മെയ്സൺറിയും മറ്റൊരു ഭാഗം മണ്ണുറപ്പിച്ചതുമാണ്. ഇത് കമ്മീഷൻ ചെയ്ത ദിവസം മുതൽ എഞ്ചിനീയർമാർക്ക് ഇതിൽ ശക്തമായ ചോർച്ച, അതായത് സീപ്പേജ്, ശ്രദ്ധയിൽപ്പെട്ടു. ചില സന്ദർഭങ്ങളിൽ സെക്കൻഡിൽ 30 ലിറ്ററിലധികം നിരക്കിൽ വെള്ളം ചോർന്നു. ഒരു ഡാമിൽ ചെറിയ അളവിലുള്ള ചോർച്ച സാധാരണമാണ്. പക്ഷേ ഇത് സുരക്ഷിതമായ പരിധിക്കപ്പുറമായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ ഡാമിന്റെ ആന്തരിക ഡ്രെയിനേജ് സംവിധാനങ്ങൾ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നിർമ്മിച്ചവ കാലക്രമേണ അടഞ്ഞു പോവുകയും നിരയുകയും ചെയ്തു. ഇത് ആവി പുറത്തുവിടാൻ വാൽവില്ലാത്ത ഒരു പ്രഷർ കുക്കർ ഉള്ളതുപോലെയാണ്. ഈ അവസ്ഥകളിലുള്ള ഒരു ഡാമിന് കനത്ത മഴയെ നേരിടേണ്ടി വന്നാൽ കേരളത്തിന് ഇത് അപരിചിതമല്ല. മണ്ണിന്റെ ഭാഗങ്ങൾ പെട്ടെന്ന് ദുർബലമാകും. ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഇത് ഭാഗികമായോ പൂർണ്ണമായോ തകരാൻ കാരണമാകും. ചിമ്മിനി വന്യജീവി സങ്കേതത്തിലേക്കും പിന്നീട് തൃശൂരിലെ ജനസാന്ദ്രതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്കും വെള്ളപ്പൊക്കമയക്കും. ഡാം അറ്റകുറ്റപ്പണികൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷെ ഒരു ദുരന്തം ഒഴിവാക്കാൻ ഘടനയ്ക്ക് നിരന്തരമായ പരിപാലനം ആവശ്യമാണെന്ന് വിദഗ്ധർ ഊന്നി പറയുന്നു. അവസാനമായി ചാലക്കുടി പുഴയിലേക്ക് പോകാം. അവിടെയാണ് പോരിങ്ങൽകുത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത്. കടലാസിൽ ഇത് ശക്തമാണ്. പക്ഷേ ഇവിടെയുള്ള യഥാർത്ഥ അപകടം പ്രവർത്തനപരമായ സുരക്ഷയിലാണ്. 2007-ൽ കനത്ത മൺസൂൺ മഴയിൽ ജലനിരപ്പ് അപ്രതീക്ഷിതമായി ഉയർന്നു. മറ്റു വഴികളില്ലാതെ ഓപ്പറേറ്റർമാർ ഷട്ടറുകൾ തുറന്നു. പക്ഷേ താഴെയുള്ള ഗ്രാമങ്ങൾക്ക് മതിയായ മുന്നറിയിപ്പ് നൽകാതെ മിനിറ്റുകൾക്കുള്ളിൽ തൃശൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലൂടെ ഒരു മിന്നൽ പ്രളയം ആഞ്ഞടിച്ചു. ആളുകൾക്ക് തങ്ങളുടെ സാധനങ്ങൾ എടുത്ത് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോകാൻ കഷ്ടിച്ചു മാത്രമേ സമയം ലഭിച്ചുള്ളൂ. ഈ സംഭവം ഒരു കഠിനമായ സത്യം വെളിപ്പെടുത്തി. ഏറ്റവും ശക്തമായ ഡാം പോലും തെറ്റായി കൈകാര്യം ചെയ്യുമ്പോൾ അപകടകരമാകും. ഒരു വലിയ പ്രളയം ഉണ്ടായാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രവചനാതീതമായ മഴയോടൊപ്പം പെട്ടെന്നുള്ള വെള്ളം തുറന്നുവിടുന്നത് ഒരു ഡാം തകരുന്നത് പോലെ തന്നെ മാരകമാകും. പോരിങ്ങൽകുത്തിൽ നിന്നുള്ള പാഠം വ്യക്തമാണ്. സുരക്ഷ എന്നത് നിർമ്മാണത്തെക്കുറിച്ച് മാത്രമല്ല, അത് ആശയവിനിമയം, തയ്യാറെടുപ്പ്, പെട്ടെന്നുള്ള പ്രവർത്തനം എന്നിവയെക്കുറിച്ചാണ്. കേരളത്തിലെ ഡാമുകൾ വെള്ളം തടഞ്ഞു നിർത്തുന്ന മതിലുകൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെയും കൃഷിയുടെയും വൈദ്യുതിയുടെയും സംരക്ഷകരാണ്. എന്നാൽ കാലം, പ്രകൃതി, മനുഷ്യരുടെ അശ്രദ്ധ എന്നിവയ്ക്ക് അവയെ ടൈം ബോംബുകളാക്കി മാറ്റാൻ കഴിയും. പഴയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അപകടങ്ങളെക്കുറിച്ച് മുല്ലപ്പെരിയാർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. രൂപകൽപ്പനയിലെ പിഴവുകൾ അവഗണിക്കാനാവില്ലെന്ന് ചിമ്മിണി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഘടനാപരമായ തകരാറില്ലാതെയും മോശം മാനേജ്മെന്റ് ഒരു ദുരന്തത്തിന് കാരണമാകുമെന്ന് പോരിങ്ങൽകുത്ത് തെളിയിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ കേരളത്തിലെ ഒരു ശാന്തമായ ജലാശയം കാണുമ്പോൾ ഓർക്കുക, ആ ഉപരിതലത്തിനടിയിൽ ഒരു നിശബ്ദ ഭീമൻ ഉണ്ടായിരിക്കാം. അത് ജീവിതങ്ങളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്ന ഒരു ശക്തിയെ തടഞ്ഞു നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ അറിയപ്പെടാത്ത വസ്തുതകൾക്കും കഥകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.